നമസ്കാരം. പോലീസിൽ നിന്ന് രക്ഷപ്പെടാനായി പലവിധത്തിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന കള്ളന്മാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഓടിപ്പോകുന്ന കള്ളന്മാർ, കൈവിലങ്ങുമായി രക്ഷപ്പെട്ടു പോകുന്ന കള്ളന്മാർ, ജയിലിൽ ചാടുന്ന കള്ളന്മാർ, അങ്ങനെ നിരവധി കള്ളന്മാരുടെ കഥകൾ. എന്നാൽ രക്ഷപ്പെടാനായി 5 മണിക്കൂറോളം വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്ന ഒരു കള്ളൻ്റെ കഥ കേട്ടിട്ടുണ്ടാവില്ലെന്ന് മാത്രമല്ല, അല്പം കൗതുകം നിറഞ്ഞതുമാണ് ഈ ഒരു വാർത്ത. ജബൽപൂരിൽ നിന്നാണ് അത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. 5 മണിക്കൂർ നീണ്ടുനിന്ന നാടകീയമായ തിരച്ചിലിനൊടുവിലാണ് പിടികിട്ടാപ്പുള്ളിയായ ഒരു ട്രെയിൻ മോഷ്ടാവിനെ RPF ഉൾപ്പെടെയുള്ള സംഘം പിടികൂടുന്നത്. ഹർവീന്ദർ സിംഗ് എന്ന കള്ളനാണ് പിടിയിലായത്. രക്ഷപ്പെടാൻ ഇയാൾ നടത്തിയ നീക്കം പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ അമ്പരപ്പിച്ചു. ഏപ്രിൽ 6 പുലർച്ചെ ജബൽപൂർ ഡിവിഷന് കീഴിലുള്ള സിഹോറ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു നാടകീയമായ ഈ സംഭവങ്ങളുടെ തുടക്കം. പുലർച്ചെ 4:50 ട്രെയിനിൽ നിന്നിറങ്ങിയ ഒരാൾ ഒരു സ്ത്രീയുടെ പേഴ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ച ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പെട്രോളിങ്ങിലായിരുന്ന RPF ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉദ്യോഗസ്ഥർ തുടർന്ന് ഇയാളെ പിന്തുടർന്നു. ഉദ്യോഗസ്ഥർ പിന്തുടർന്നത് കണ്ട പ്രതി അടുത്തുള്ള മാർക്കറ്റിന് സമീപമുള്ള പായൽ നിറഞ്ഞൊരു കുളത്തിലേക്ക് എടുത്തു ചാടി. ശ്വാസം കിട്ടാനായി ഒരു പൊള്ളയായി താമരത്തണ്ട് ശ്വസിക്കാൻ ഇയാൾ ഉപയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ മണിക്കൂറുകളോളം ഇയാൾ വെള്ളത്തിനടിയിൽ തന്നെ തുടർന്നു. ഒടുവിൽ RPF ഉദ്യോഗസ്ഥർ പോലീസുമായി ഏകോപിപ്പിക്കുകയും മുങ്ങൽ വിദഗ്ധരെ സ്ഥലത്തെത്തിക്കുകയും ചെയ്തു. തുടർന്ന് നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ പ്രതിയെ കണ്ടെത്തുകയും കുളത്തിൽ നിന്ന് പുറത്തെടുക്കുകയുമായിരുന്നു. രക്ഷപ്പെടുത്തിയതിനു ശേഷം ഇയാൾ വീണ്ടും ഓടിപ്പോകാൻ ശ്രമിച്ചെങ്കിലും പിടിവലിക്കിടെ ചെറിയ പരിക്കുകൾ പറ്റിയിട്ടും ഉദ്യോഗസ്ഥർ ഇയാളെ കീഴടക്കുകയായിരുന്നു. ആദ്യം ഇയാൾ വ്യാജ പേരും വിലാസവുമാണ് നൽകിയത്. എങ്കിലും പ്രതി പിന്നീട് ഉത്തർപ്രദേശിലെ ബിജ്നോർ സ്വദേശിയായ ഹർവീന്ദർ സിംഗ് ആണെന്ന് പോലീസ് തിരിച്ചറിയുകയായിരുന്നു. ട്രെയിൻ യാത്രക്കാരെ ലക്ഷ്യമിട്ട് തുടർച്ചയായി മോഷണങ്ങളും പിടിച്ചുപറിയും നടത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു കുറ്റവാളിയാണ് ഹർവീന്ദർ എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാൾ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവിധ കേസുകളും ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ഭോപ്പാൽ, ഇറ്റാർസി, ഉജ്ജയിൻ, ഇഗത്പുരി, വിശാഖപട്ടണം എന്നിവിടങ്ങളിലെ GRP സ്റ്റേഷനുകളിലും മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്ത നിരവധി കേസുകളിലും ഇയാൾ പ്രതിയാണ്. ഇയാൾക്കെതിരെ നിലവിൽ നിരവധി വാറണ്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 2018 വിശാഖപട്ടണത്ത് വെച്ച് ട്രെയിനിൽ നിന്ന് 70 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണം മോഷ്ടിച്ചതിലും ഇയാൾ പ്രതിയാണ്. ഇയാൾ സ്ഥിരമായ ഒരു രീതി തന്നെയാണ് മോഷണത്തിനായി പിന്തുടരുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ കയറുക, സ്ത്രീകളെയും പ്രായമായവരെയും പോലുള്ള നിസ്സഹായരായ യാത്രക്കാരെ കണ്ടെത്തുക, തുടർന്ന് അവരുടെ പേഴ്സുകളും പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കുക, പിടിക്കപ്പെടാതിരിക്കാൻ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപുള്ള സ്റ്റേഷനുകളിൽ തന്നെ ഇറങ്ങുക തുടങ്ങിയവയായിരുന്നു ഇയാളുടെ തന്ത്രങ്ങൾ. തന്റെ പക്കൽ യാതൊരുവിധ തിരിച്ചറിയൽ രേഖകളും ഇയാൾ സൂക്ഷിക്കാറില്ലായിരുന്നു. കൂടാതെ പോലീസ് പിടികൂടാതിരിക്കാൻ ഇടയ്ക്കിടെ ഇയാൾ സിം കാർഡുകൾ മാറ്റുകയും ചെയ്യും. ഹർവീന്ദർ സിംഗ് തുടക്കത്തിൽ കൂട്ടാളികൾക്കൊപ്പം ചേർന്നായിരുന്നു മോഷണം നടത്തിയിരുന്നെങ്കിലും പിന്നീട് തനിയെ മോഷ്ടിക്കാൻ ആരംഭിക്കുകയായിരുന്നു. തുടർന്നാണ് ഇയാൾ ട്രെയിനുകളിൽ മോഷണം നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. AC കോച്ചുകളിൽ യാത്ര ചെയ്യുക, പരിശോധനകൾ ഒഴിവാക്കാൻ ശുചിമുറികളിൽ ഒളിച്ചിരിക്കുക, രാത്രികാലങ്ങളിൽ യാത്രക്കാരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുക തുടങ്ങിയവയായിരുന്നു ഇയാളുടെ രീതി. രസകരമായ മറ്റൊരു വെളിപ്പെടുത്തലും ഇയാൾ നടത്തി. താൻ മുമ്പ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നുവെന്നും 2017 മുനിസിപ്പൽ കൗൺസിലർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ടെന്നും ഇയാൾ വെളിപ്പെടുത്തി. എന്നാൽ പിന്നീട് രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ച് ഇയാൾ കുറ്റകൃത്യത്തിലേക്ക് തിരിയുകയായിരുന്നു. ചോദ്യം ചെയ്യലിനിടെ താൻ ആയിരക്കണക്കിന് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഹർവീന്ദർ അവകാശപ്പെട്ടു. യാതൊരു വിധത്തിലുള്ള തെളിവുകളും അവശേഷിപ്പിക്കാതിരുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്നും ഇത് വർഷങ്ങളോളം പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ തന്നെ സുരക്ഷിതനാക്കിയെന്നും ഇയാൾ വെളിപ്പെടുത്തി. നിലവിൽ പ്രതിയെ തുടർ നടപടികൾക്കായി ജബൽപൂരിലെ സ്പെഷ്യൽ റെയിൽവേ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും.